ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെയിൻറ്റ് ബക്കറ്റിൻ്റെ ഉള്ളൊരു ലോട്ടസൊക്കെ വെച്ചിട്ട് ഒരു പോണ്ട് തയ്യാറാക്കുകയാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് ഗപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ അലോവേര നട്ട് വെച്ചായിരുന്ന ഒരു ബക്കറ്റാണിത്. അതിൻ്റെ അകത്ത് അതിൽ തന്നെയുള്ള ഒരു മണ്ണും ഉണ്ട് കേട്ടോ. കുറേ ചാണകവും കുറേ നാളുകൾക്ക് മുമ്പ് നട്ടതായതുകൊണ്ട് വെള്ളം കെട്ടി നിന്നിട്ട് നല്ല പാടത്തെ ചെളി പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് എക്സ്ട്രാ വേപ്പും പിണ്ണാക്കോ അങ്ങനത്തെ യാതൊരു വളങ്ങളും ഇടുന്നില്ല കേട്ടോ. ചാണകം പോലും ഇടുന്നില്ല. കാരണം നിറച്ച് അതിൽ നല്ല വളം തന്നെയാണ്. പിന്നെ കുറേ ലാർവാസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മാറ്റിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ ഞാൻ മറ്റേ ഒരു വലിയ ബക്കറ്റിലേക്ക് എടുക്കുകയാണ്. ഇത്തിരി കനമുള്ള ബക്കറ്റ്, നീളമുള്ള ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താമര വിത്തുകൾ. ഏകദേശം ഒരു 25 ദിവസമായി. നല്ലോണം വേരൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നടാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് ചട്ടിത്താമരയാണേ. ചട്ടിത്താമരയാകുമ്പോൾ നമ്മൾ ചെറിയ ബക്കറ്റിൽ നട്ടാലും മതിയാവും. വലിയ വീതിയുള്ളതൊന്നും വേണമെന്നില്ല. അങ്ങനെ പകുതി ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചിട്ട് അതിലോട്ട് താമര നട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം വലിയ കുഴിയെടുത്ത് നടാതെ ഒരു വിരലും കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വേറെ ബക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് 3 ഞാൻ ഇതിൽ തന്നെ ഇപ്പം നട്ടത് കേട്ടോ. നടേണ്ട സമയമാകുമ്പോൾ നമ്മൾ നടണമല്ലോ. പിന്നെ വേറെ ബക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ മാറ്റി നടാമല്ലോ എന്നും വിചാരിച്ചു. അങ്ങനെ 3ഉം ഞാൻ ഒരു കുറച്ചൊന്ന് വിട്ട് നട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏത് കളറാണെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം മിക്സ്ഡായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അതിക്ക് മുന്നായിട്ട് ചെറിയൊരു ഓടിൻ്റെ കഷ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം വെള്ളം കുത്തി ഒഴിക്കുമ്പോഴേ ഈ മണ്ണൊക്കെ അങ്ങ് ഇളകി നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വെള്ളം നിറച്ച് ഒരു കുറച്ച് 2 ഇഞ്ച് വിട്ട് ബാക്കി അത്രയും ഭാഗവും ഞാൻ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നിറച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നിറച്ചെടുത്തു. കുറേ പൊടികളും വേരുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ ഒരു നെറ്റ് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. എന്തായാലും ഇലകളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ആവശ്യത്തിന് വളവും കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട് ഇത് പിടിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതുപോലെ കുറച്ച് തെളിയാൻ തുടങ്ങി കേട്ടോ. എന്നാലും കുറേ കരടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം അത്യാവശ്യം കുഴപ്പമില്ലാതെ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റാം. കാരണം ഇതിൽ നിറച്ചും ലാർവാസ് ഉള്ള കാരണം കൊണ്ട് അവർക്ക് വേറെ ഫുഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ആ ഗപ്പീനെ ഇട്ടേക്കണ ആ ബേസിനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഗപ്പി കുട്ടന്മാരെയെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബേബീസാണ്. വലിയ ബ്രീഡ് ചെയ്യുന്ന അഡൽട്ട് ടൈപ്പൊന്നും അല്ല, ബേബീസാണ് എല്ലാം. അങ്ങനെ നമ്മൾ ഇത്ര എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. എണ്ണമൊന്നും നോക്കിയില്ല കേട്ടോ. കാരണം ഓരോ പേഷ്യൻറ്റും നിറഞ്ഞ് വരണ കാരണം കൊണ്ട് മാറ്റിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇറക്കി വിടുകയാണ് എല്ലാവരെയും. കലങ്ങാതിരിക്കാനായിട്ട് സൈഡ് വഴി ഒഴിച്ചത്. പക്ഷേ കുറച്ചൊന്ന് കലങ്ങിപ്പോയി. സാരമില്ല, 1 ദിവസം കഴിയുമ്പോഴത്തേനും നല്ലോണം തെളിയുമല്ലോ. അപ്പോൾ കലങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ച് ആഫ്രിക്കൻ പായലും എല്ലാം ഇട്ടിട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലാർവാസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ എക്സ്ട്രാ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നല്ലോണം തെളിഞ്ഞിട്ടുള്ള രൂപം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്